എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റാണ് കിഷൻഗഡ് മാർക്കറ്റ്. രാജസ്ഥാനിലുള്ള കിഷൻഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, അജ്മീർ ഡിസ്ട്രിക്റ്റിലെ കിഷൻഗഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. മാർബിൾ സിറ്റി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മാർബിൾ, ഗ്രാനൈറ്റ് അങ്ങനെയുള്ള നാച്ചുറൽ മെറ്റീരിയൽ മാത്രം കിട്ടുന്നൊരു മാർക്കറ്റാണ് കിഷൻഗഡ് മാർക്കറ്റ്. ഏകദേശം 11 കിലോമീറ്റർ ലെങ്ത്, 11 കിലോമീറ്റർ വീതി, അത്രയും വിസ്തൃതിയായിട്ടുള്ള 11 സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ മൊത്തത്തിലുള്ള അതിൻ്റെ വിസ്തൃതി. നമ്മളതിനെ നെറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അത്രയും വലിയൊരു മാർക്കറ്റാണ്. മാർക്കറ്റിൽ ഗ്രാനൈറ്റ്, മാർബിൾ ഇതല്ലാതെ വേറെ ഒന്നും സെല്ല് ചെയ്യുന്നില്ല. നമ്മളിപ്പം കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പുകൾ കാണാൻ പറ്റും. ഒരു 10-15 ഷോപ്പുകൾ. ഇവിടെ 100 കണക്കിന് 1000 കണക്കിന് ഷോപ്പുകളും ഫാക്ടറികളുമാണുള്ളത്. എല്ലാ രീതിയിലുള്ള മെറ്റീരിയൽ ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇറ്റാലിയൻ മാർബിൾസ് എല്ലാം ഇറ്റലിയിൽ നിന്നും ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും, തുർക്കി, അവിടെ നിന്നുള്ള മെറ്റീരിയൽ എല്ലാം ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെയാണത് പ്രോസസ്സ് ചെയ്യുന്നത്. തുടക്കത്തിൽ RK എന്ന് പറയുന്ന ഒരു ഫാക്ടറി ആയിരുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ മാർബിൾ മാർക്കറ്റും ഏറ്റവും വലിയ മാർബിൾ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലവും കിഷൻഗഡ് തന്നെയാണ്. എക്സ്പോർട്ട് ക്വാളിറ്റി ഉണ്ട്, ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള സാധാരണ മെറ്റീരിയലുണ്ട്, എല്ലാം ഇവിടെ തന്നെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇവിടുന്ന് പോകുന്ന ഈവൻ വേസ്റ്റ് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഉപയോഗിച്ചിട്ട്, ആ ക്ലേ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ടൈല് പോലും നിർമ്മിക്കുന്നുണ്ട്. അത് മുമ്പ് ഡംപിങ് യാർഡായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വേസ്റ്റ് കളയുന്നൊരു ഡംപിങ് യാർഡാണ്. ആ ഡംപിങ് യാർഡിലെ വേസ്റ്റേജ് ഇപ്പോൾ നിലവിൽ അതുകൊണ്ട് വീണ്ടും റീപ്രോസസ്സ് ചെയ്ത് ടൈലിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ദൂരക്കാഴ്ച മാർബിൾ ഡംപിങ് യാർഡാണ്. മഞ്ഞുമലകൾ പോലെ കാണുന്ന ഇതാണ് ഡംപിങ് യാർഡ്. മാർബിളിൻ്റെ വേസ്റ്റേജ് കൊണ്ട് തട്ടുന്ന സ്ഥലമാണ്. ഒരുപാട് വിസ്തൃതിയിലാണ്. ഒരുപാട് ദൂരെ നിന്നും ഒരുപാട് ഹൈറ്റിൽ നിന്നും എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിത് ചെറുതായിട്ട് കാണുന്നത്. വലിയ ഏരിയ ആണ്. അവിടെ സിനിമ ഷൂട്ടിംഗ് പോലുള്ള ഷൂട്ടിംഗ് പോലും നടക്കുന്നുണ്ട്.